എല്ലാവർക്കും യൂണിക്കോൺ എജു സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ 2024 എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ വീഡിയോസ് എന്നുള്ള രീതിയിൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസിക്കൽ മെക്കാനിക്സും അതേപോലെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നിങ്ങൾ ജസ്റ്റ് പ്രിപ്പറേഷൻ ഏത് ലെവൽ വരെ ആയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് 1 സെറ്റ് 2 എന്നുള്ള രീതിയിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ വേവ് ഫംഗ്ഷൻ psi of xt ഇൻ ക്വാണ്ടം മെക്കാനിക്സ് റെപ്രസെൻറ്റ്സ്. യൂഷ്വലായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ സിലബസിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ബേസിക്കായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കൊണ്ടാണ്. വേവ് ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുമ്പോഴേ തന്നെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ തന്നെയാണ് അത് പഠിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഓർമ്മയുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ, ദ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദ പ്രോബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് ഫോർ ദ പൊസിഷൻ ആൻഡ് മൊമെൻ്റ് ആണ്. വേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിൽ വരേണ്ടത് പ്രോബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള വേർഡ് തന്നെയാണ്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾ പഠിക്കുന്നത് തന്നെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹൈസൻബർഗ് തന്നെയാണ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the energy level of particle in a one-dimensional box are quantized due to. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, മീൻസ് ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്നതിലുപരി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ ക്വാണ്ടൈസേഷൻ എന്നുള്ളത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ഫണ്ടമെൻ്റൽ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ബിക്കോസ് ഇറ്റ്. അത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ പറയുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ തന്നെയാണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ്, ആ ഫോർമാറ്റിലുള്ളതിൽ നമ്മൾ പറയുന്ന എല്ലാ ടേംസും എന്താണെന്നുള്ളത് നമുക്ക് നന്നായി അറിഞ്ഞിരിക്കണം. Okay, coming to the answer of third and fourth question. Third question, one dimensional box are quantized due to. എങ്ങനെയാണ് നമ്മളതിൽ ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബൗണ്ടറി കണ്ടീഷൻസ്. ദ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ടു ദ വേവ് ഫംഗ്ഷൻ ഈസ് ദ ക്വാണ്ടൈസേഷൻ ഇൻ ദ എനർജി ലെവൽസ് ഓഫ് പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളത് ആ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആ കാര്യം പാർട്ടിക്കിൾ തന്നെ വൺ ഡയമെൻഷണൽ ബോക്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ജസ്റ്റ് ആ കാര്യം ജസ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതും അതിൻ്റെ ഇക്വേഷനും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജിയുടെ ഇക്വേഷൻ, അതിൻ്റെ വാല്യൂ, അതിൻ്റെ ഓർഡർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ആവാൻ കാരണം എന്താണെന്നാണ്. അതിൽ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രൈബ്സ് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, കറക്റ്റാണ്. പ്രൊവൈഡ്സ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അറ്റ് എ ഗിവൺ പൊസിഷൻ, ശരിയാണ്. ഡിറ്റർമൈൻസ് ദ അലൗഡ് എനർജി ലെവൽസ് ഓഫ് എ സിസ്റ്റം, അതും കറക്റ്റാണ്. അപ്പോൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും 3 ഓപ്ഷനും കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഓൾ ഓഫ് ദി അബവ് എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻ ഹൈഡ്രജൻ ആറ്റം ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ്. ഹൈഡ്രജൻ ആറ്റത്തിൽ നമ്മൾ എനർജി കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെയാണ്, അൺഡിഫൈൻഡ് ആണോ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണെന്നാണ് ഓപ്ഷൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ വേവ് ഫംഗ്ഷൻ psi of xt മസ്റ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ദാറ്റ്. ഞാൻ പറഞ്ഞു വേവ് ഫംഗ്ഷനെ പറ്റിയിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന സമയത്ത് നമ്മളതിൽ വേവ് ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുക. പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് വേവ് ഫംഗ്ഷൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി തന്നെയാണ്. അതിനെക്കുറിച്ച് എന്തായിരിക്കും, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആണോ, ഇറ്റ് ഈസ് നോർമലൈസബിൾ ആണോ, ഇറ്റ് ഈസ് ഓൾവേസ് റിയൽ ആണോ, ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് ആണോ, എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ
ആൻസർ എന്ന് പറയുന്നത് 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്. ആ വാല്യൂ പഠിച്ചിരിക്കുക. -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ n² എന്നാണ് വരിക. അത് n² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എനർജി വരുന്നത്. ആ എനർജിയുടെ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോർമലൈസബിൾ ആണ്. നമ്മുടെ വേവ് ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എപ്പോഴും നോർമലൈസബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7th ക്വസ്റ്റ്യൻ, ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ. ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സപ്പോസ് നമുക്ക് വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എക്സ്പ്രസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താണെന്നറിയാം, അത് ഏതിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആൻസർ ഓഫ് 7th and 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ψ² ആണ്. ψ(xt²) അല്ലെങ്കിൽ ψ*ψ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഇന്റഗ്രൽ -∞ to ∞ ψ(xt) എന്നുള്ള ഇതിൻ്റെ വോളിയത്തിൽ d എന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നോർമലൈസേഷൻ കണ്ടീഷൻ. അതായത് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ബിറ്റ്വീൻ -∞ to ∞ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷനാണ്. ആ കണ്ടീഷനും അതിൻ്റെ എക്സ്പ്രഷനും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 8th ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുമ്പം λ = h/p എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊമെൻറ്റം ഈസ് ദ ആൻസർ. ഓക്കെ, ആ ഇക്വേഷൻ എഴുതി വെക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. സോ നമ്മുടെ ഫസ്റ്റ് സെറ്റിലെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. 9th ക്വസ്റ്റ്യൻ, ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആൻ ഐഗൺ ഫംഗ്ഷൻ ഓഫ് ദി ഹാമിൽട്ടോണിയൻ റെപ്രസെൻറ്റ്സ്. ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, 10th ക്വസ്റ്റ്യൻ, ദ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ. സോ അതിൻ്റെ ആൻസർ നോക്കുവാണെങ്കിൽ ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് എ പോസിബിൾ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം വിത്ത് എ ഡെഫിനിറ്റ് എനർജി. ഒരു ഡെഫിനിറ്റ് എനർജി ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഐഗൺ ഫംഗ്ഷൻ ഓഫ് എ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐഗൺ ഫംഗ്ഷൻ, ഐഗൺ വാല്യൂ ഒക്കെ ഓർമ്മ ഉണ്ടാവണം. ആ വാല്യൂസ് അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും ആ ഇക്വേഷനും ഹാമിൽട്ടോണിയൻ യൂസ് ചെയ്ത് HSI = ESI എന്നുള്ള എക്സ്പ്രഷനും അറിഞ്ഞിരിക്കണം. അതിൽ ഹാമിൽട്ടോണിയൻ എങ്ങനെയാണ്, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, എന്താണ് ഹാമിൽട്ടോണിയൻ എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. സോ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നോ 2 ഫെർമിയോൺസ് ക്യാൻ ഓക്യുപ്പൈ ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് സൈമിൾട്ടേനിയസ്ലി എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരേ സ്റ്റേറ്റിൽ ഒരേ ക്വാണ്ടം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരേ ഫെർമിയോൺസിന് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോൺസ് അപ്പും ഡൗൺ സ്പിന്നും വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്. ഒരേ ക്വാണ്ടം നമ്പർ വരാൻ വേണ്ടി പാടില്ല. സോ നമ്മുടെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് ഒന്ന് നോക്കുക. കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും തന്നെ എഴുതിയെടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ. സോ സെറ്റ് 2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the wave function ψ(xt) of a free particle must satisfy. വേവ് ഫംഗ്ഷൻ ഓഫ് എ ഫ്രീ പാർട്ടിക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ബിറ്റ്വീൻ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം XP എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കമ്മിങ് ടു ദ ആൻസർ, ഫ്രീ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സീറോ പൊട്ടൻഷ്യൽ, ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വിത്ത് സീറോ പൊട്ടൻഷ്യലാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫ്രീ പാർട്ടിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ 0 എന്നുള്ള സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ ആയിരിക്കണം. പൊട്ടൻഷ്യൽ നമ്മൾ 0 എന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, കമ്മ്യൂട്ടേഷൻ റിലേഷൻ XP = IH ആണ്. ഇനി അത് PX ആണെങ്കിൽ -IH ആയിരിക്കും. അതേപോലെ ജനറലായിട്ടുള്ള Pയുടെയും Xൻ്റെയും ഫോമുലയുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇംപ്ലൈസ് ദാറ്റ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ എനർജി ഐഗൺ വാല്യൂസ് ഓഫ് ദി പാർട്ടിക്കിൾ ഇൻ 1 dimensional ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ആർ.
എനർജിയുടെ വാല്യൂ എങ്ങനെയാണ് വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? കമ്മിങ് ടു ദ ആൻസർ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ മോർ പ്രിസൈസ്ലി ദ പൊസിഷൻ ഈസ് നോൺ ദ ലെസ് പ്രിസൈസ്ലി ദ മൊമെൻറ്റം ക്യാൻ ബി നോൺ. നമുക്ക് രണ്ടും, അതായത് പൊസിഷനും മൊമെൻറ്റും സൈമിൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നമുക്ക് പ്രിസൈസ് ആയിട്ട് പൊസിഷൻ കിട്ടുവാണെങ്കിൽ മൊമെൻറ്റം അങ്ങനെ കിട്ടില്ല, പ്രിസൈസ് ആയിട്ട് കിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ല എനർജി എന്ന് പറയുന്നത് EN എന്ന് പറയുന്നത് n²h²/8ml² എന്നാണ്. ഇതിലുള്ള ഒരു എക്സ്പ്രഷൻ വേണമെങ്കിൽ Hനെ H ക്രോസ് എന്നുള്ള രീതിയിൽ ഇക്വേഷൻ വരാം. n²h²8ml² പകരം n²π²h²2/2ml² എന്നുള്ള രീതിയിൽ ഇതേ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് Hനെ h×2π വെച്ച് റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ, മീൻസ് H ക്രോസിൻ്റെ ടേംസിൽ എനർജിയുടെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇക്വേഷൻ വരുന്നുള്ളത് കൂടി നോക്കുക. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അപ്ലൈസ് ടു. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതേപോലെ 6th ക്വസ്റ്റ്യൻ, ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ഹാസ് ആൻ എനർജി ലെവൽ ഗിവൺ ബൈ. ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ലെവലിന് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, അത് ഏത് ഫോമിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കമ്മിങ് ടു ദ ആൻസർ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഫെർമിയോൺസിനാണ് അപ്ലിക്കബിൾ ആവുക. സോ അതിൻ്റെ ആൻസർ ഫെർമിയോൺസ് തന്നെയാണ്. ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി എന്ന് പറയുന്നത് n+12 h×ω. ചില ജനറലൈസ് ചെയ്തിട്ടുള്ള കുറേ ഇക്വേഷൻസ് ക്വാണ്ടം മെക്കാനിക്സിലുണ്ട്. ആ ഇക്വേഷൻസും കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇക്വേഷൻസ് ഒരു പേപ്പറിൽ എഴുതി തന്നെ പഠിക്കുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡീജനറസി ഓഫ് എനർജി ലെവൽ n ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ഈസ്. ഹൈഡ്രജൻ ആറ്റത്തിൽ എനർജിയുടെ ഡീജനറസി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഐഗൺ വാല്യൂ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ L²? നമ്മൾ ഒരു ഓപ്പറേറ്റർ വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്ന ഐഗൺ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കമ്മിങ് ടു ദ ആൻസർ, ദ ഡീജനറസി ഓഫ് എനർജി ലെവൽ n ഇൻ എ ഹൈഡ്രജൻ ആറ്റം ഈസ് നത്തിങ് ബട്ട് n². അതേപോലെ L² ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് L×L+1 h×2 ആണ്. ഇത് രണ്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യവും തന്നെയാണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് 2 questions ഓഫ് സെറ്റ് 2. സോ ദ 9th ക്വസ്റ്റ്യൻ, ദ കമ്മ്യൂട്ടേറ്റർ LX/LY ഈസ് ഈക്വൽ ടു. എന്താണ് വരിക? LX/LY എന്നുള്ള കമ്മ്യൂട്ടേറ്റർ എന്താണ് വരിക? ദ ബോർ റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബോർ റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ ബോർ റേഡിയസിൻ്റെ ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. ബോർ റേഡിയസിൻ്റെ ഇക്വേഷനിൽ മാസിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. സോ കമ്മ്യൂട്ടേറ്റർ റിലേഷൻ, നമ്മളതിൻ്റെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റർ റിലേഷനിൽ LX/LY, എക്സിൻ്റെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് Y വന്നിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസർ വരിക IH×LZ ആണ്. സപ്പോസ് ഇത് LY/LX ആയിരുന്നെങ്കിൽ -IH×LZ എന്ന് ആൻസർ വന്നേനെ. LXൻ്റെ LYയുടെയും പൊസിഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂട്ടേറ്റർ റിലേഷനിൽ. ഓക്കെ, ദെൻ ദ ബോർ റേഡിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/m. മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ബോർ റേഡിയസ്. ബോർ റേഡിയസിൻ്റെ വാല്യൂവും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലെ സെറ്റ് 1 സെറ്റ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസും ഇതുപോലെ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 100 ക്വസ്റ്റ്യൻസ് ഉള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് നമ്മളുടൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടി അറ്റൻഡ് ചെയ്യുക. ഏകദേശം എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ആ സമയത്ത് ചാനലിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി ചാനൽ.